നമസ്കാരം. ചില സംഭവങ്ങൾ ആദ്യം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. കഴിഞ്ഞുപോയ സംഭവങ്ങളാണ്, എന്നാലും പറയാൻ പോകുന്ന വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആ സംഭവങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തേണ്ട ഒരു ബാധ്യതയുണ്ടെന്നല്ല, ഓർമ്മപ്പെടുത്തിയാലേ ഇനി പറയുവാൻ പോകുന്ന വിഷയത്തിൻ്റെ ഒരു ഗൗരവം നിങ്ങളുമായി സംവദിക്കാനാകുകയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. 2019 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അഖിൽ എന്ന വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച ശിവരഞ്ജിത്ത്, നിസാം എന്ന രണ്ട് വിദ്യാർത്ഥികൾ, രണ്ടുപേരും SFI പ്രവർത്തകരായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയുടെ പ്രവർത്തകരായിരുന്നു. ഈ രണ്ട് വിദ്യാർത്ഥികളിൽ ശിവരഞ്ജിത്ത് എന്ന ഒന്നാം പ്രതി, ഈ കേസിലെ അഖിലിനെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച വധശ്രമ കേസിലെ ഒന്നാം പ്രതിയായ ശിവരഞ്ജിത്ത് കേരള പോലീസ് ഓഫീസേഴ്സ് പരീക്ഷയിൽ 1ാം റാങ്കുകാരനായിരുന്നു. നിസാം 28ാം റാങ്കുകാരനും. അതേ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ കൂടുതൽ പുരോഗമിച്ചപ്പോൾ ഈ മാർക്ക് ലിസ്റ്റുകൾ തിരുത്തപ്പെടുന്നതിനേക്കാൾ ഇവർ എഴുതുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ മുൻകൂട്ടി ഇവർക്കായി ചോർത്തി നൽകപ്പെടുകയും അത്തരത്തിലാണ് ഇവർ ആ പരീക്ഷ ജയിച്ചു കയറിയതും ശിവരഞ്ജിത്ത് 1ാം റാങ്കുകാരനായതും നിസാം 28ാം റാങ്കുകാരനായതും എന്നൊക്കെ ഉള്ള വിവരങ്ങൾ പുറത്തു വന്നു. കേരള സമൂഹം ഒരു ഞെട്ടലോടെയാണ് അതെല്ലാം കേട്ടിരുന്നത്. 2024 വന്നു കഴിഞ്ഞാൽ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ റാഗിങ്ങിന് വിധേയമാക്കി ക്രൂരമായ പീഡനം നടത്തി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. ഇപ്പോഴും സിദ്ധാർത്ഥിൻ്റെ മരണം ആത്മഹത്യയാണ് എന്നുള്ള ഔദ്യോഗിക ഭാഷ്യം സമ്മതിച്ചുകൊണ്ട് പറയുന്നതാണ്. കൊലപാതകമാണോ എന്നുള്ള സംശയം പല കോണിൽ നിലനിൽക്കുന്നുണ്ട്. തള്ളിവിട്ട വിദ്യാർത്ഥികൾ 12 പേരും SFI പ്രവർത്തകരായിരുന്നു. ഇനി എന്തിനാണ് ഈ സംഭവങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചത് അല്ലെങ്കിൽ ഓർത്തെടുത്തത് എന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി യുവജനങ്ങളുടെ ഇടയിൽ അരാജകത്വത്തിനുള്ള ഒരു ലൈസൻസ് വിതരണ സംവിധാനമായി മാറുന്നു എന്നുള്ള സംശയം കൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. കാരണമുണ്ട്. ശിവരഞ്ജിത്തിൻ്റെയും നിസാമിൻ്റെയും കാര്യമൊന്ന് ഓർത്തു നോക്കൂ. ക്രിമിനലുകളെപ്പോലെ ഒരു വിദ്യാർത്ഥിയെ നെഞ്ചിൽ കുത്തി ഇറക്കി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച ഇവർ രണ്ടുപേരും SFI പ്രവർത്തകരായിരുന്നു എന്നുള്ളത് മാത്രമല്ല, കോളേജിൽ അറിയപ്പെടുന്ന ഗുണ്ടകളുമായിരുന്നു. കോളേജിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ പേടി സ്വപ്നങ്ങളായിരുന്നു ഇരുവരും. ആ 2 പേർക്കും വേണ്ടി ചോദ്യപേപ്പറുകൾ ചോർത്തി നൽകുന്ന തരത്തിൽ പാർട്ടി സംവിധാനം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എത്തരത്തിലുള്ള പ്രോത്സാഹനമായിരിക്കും ഇത്തരം ക്രിമിനലുകൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകുന്നത് എന്നത് ചിന്തനീയമായ വിഷയമാണ്. സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യയിൽ പ്രതികളായിട്ടുള്ള 12 പേരെ സംരക്ഷിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിണഞ്ഞു പരിശ്രമിച്ചു. അവരെ കോളേജിൽ നിന്ന് പുറത്താക്കുന്നത് തടയുവാനും അവരെ വീണ്ടും തിരിച്ച് കോളേജിൽ പ്രവേശിപ്പിക്കുവാനുമൊക്കെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. ഗവർണർ നേരിട്ട് ഇടപെട്ടതുകൊണ്ടാണ് കുറേയെങ്കിലും കർശനമായ നടപടികൾ അവരുടെയൊക്കെ പേരിലുണ്ടായത്. ഇനി ഈ യുവജനങ്ങൾ കുറച്ചുകൂടി വളർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ DYFIയിലേക്കും CPIMലേക്കുമൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ എത്രയോ കഞ്ചാവ് കേസുകളിൽ പ്രതികളായിട്ടുള്ള DYFI നേതാക്കളെ നാം കണ്ടിട്ടുണ്ട്. സമീപകാലത്ത് തന്നെ കൊല്ലത്താണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു DYFI നേതാവ് കഞ്ചാവുമായി പിടിയിലായി. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമെന്ന് അവർ തന്നെ പറയുന്ന CPIMൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ക്രിമിനലുകൾക്ക് ഇത്രയും സംരക്ഷണം ഒരുക്കുന്ന ഒരു പാർട്ടി വേറെ ഇല്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു അഭിപ്രായം. അവരുടെ ഈ അഭിപ്രായം വെറുതെ പറയുന്നതല്ല. ഉദാഹരണത്തിനായിട്ട് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 13ാം പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന മരിച്ചുപോയ കുഞ്ഞനന്തൻ്റെ കാര്യമെടുക്കൂ. 29 മാസങ്ങൾക്കിടയിൽ ഏതാണ്ട് 246 ദിവസങ്ങളാണ് കുഞ്ഞനന്തന് പരോൾ അനുവദിക്കപ്പെട്ടത്. അതായത് ഒരു വർഷത്തിൽ അനുവദനീയമായ പരോളിൻ്റെ കണക്ക് 60 ദിവസങ്ങളാണ്. പരമാവധി 60 ദിവസങ്ങളാണെന്നിരിക്കെ ഏതാണ്ട് 144 ദിവസങ്ങളുടെ പരോൾ ഒരു വർഷം കുഞ്ഞനന്തൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അതിനെതിരെ ഇത്തരത്തിലുള്ള ഒരു കണ്ണടച്ചുള്ള അല്ലെങ്കിൽ ഒരു പക്ഷപാതപരമായിട്ടുള്ള തീർത്തും രാഷ്ട്രീയപരമായിട്ടുള്ള ഇത്തരം പരോൾ അനുവദിക്കലിനെതിരെ TP ചന്ദ്രശേഖരൻ്റെ വിധവ KK രമ കോടതിയിൽ പരാതി നൽകുകയും അതേ തുടർന്ന് അന്വേഷണങ്ങൾ നടക്കുകയും അങ്ങനെയാണ് ഈ കണക്കുകൾ പുറത്തു വരുന്നതും കോടതിയുടെ രൂക്ഷമായ വിമർശനം കുഞ്ഞനന്തന് നേരിടേണ്ടി വന്നതും കേരള സർക്കാരും കോടതിയുടെ വിമർശനങ്ങൾക്ക്
വിധേയമായി. കുഞ്ഞനന്തൻ മരിച്ചുപോയി. ഇനി ഈ പരോൾ മാത്രമല്ല, ജയിലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളായിട്ടുള്ള ക്രിമിനലുകളെന്ന് കോടതി അവരെ ശിക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മറ്റ് പ്രതികളായ കൊടി സുനി, കിർമാണി മനോജ് തുടങ്ങിയവർ ജയിലിൽ സുഖജീവിതമാണ് നയിക്കുന്നത്, അല്ലെങ്കിൽ രാജകീയ ജീവിതങ്ങളാണ് നയിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വാർത്തകൾ നിരവധി പുറത്തു വന്നിരുന്നു. അവർക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുവാനും മുന്തിയ ഇനം ഫോണുകൾ ഉപയോഗിക്കുവാനുമൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടെന്ന് അവർ തന്നെ എടുത്ത സെൽഫികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട് അവർ തന്നെ ലോകത്തെ അറിയിച്ചു. അത്തരത്തിലുള്ള സംഭവങ്ങളും നാം കണ്ടതാണ്. ഇനി ഏറ്റവും പുതിയൊരു ഉദാഹരണം, അതായത് ഈ ക്രിമിനലുകൾക്ക് പൂർണ്ണമായ സംരക്ഷണം ഒരുക്കുന്ന ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ നടന്നത്. പയ്യന്നൂരിൽ 46-ാം വാർഡിലെ കൗൺസിലറായിട്ടുള്ള, 46-ാം വാർഡെന്നാണ് എൻ്റെ ഓർമ്മ, അത് സബ്ജക്റ്റ് ടു കറക്ഷൻ, ആ വാർഡിൻ്റെ നമ്പർ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. പയ്യന്നൂരിലെ വാർഡ് കൗൺസിലറായിട്ടുള്ള VK നിഷാദ് എന്ന വ്യക്തി 2012 പോലീസുകാർക്ക് നേരെ ബോംബെറിഞ്ഞ കേസിൽ 20 വർഷങ്ങളുടെ തടവ് വിധിക്കപ്പെട്ട് ശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. കേവലം 1 മാസം ജയിൽവാസം അനുഭവിച്ച ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാൽമുട്ടിന് ശസ്ത്രക്രിയ ആണ്, അക്കാരണത്താൽ പരോൾ വേണമെന്നുള്ള അപേക്ഷ നൽകുകയും പരോൾ അനുവദിക്കപ്പെട്ട് പുറത്തിറങ്ങുകയും ചെയ്തു. ഈ പരോളിൽ പ്രത്യേകിച്ച് ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട ക്രിമിനലുകൾ, ശിക്ഷിക്കപ്പെട്ട ക്രിമിനലുകൾ പരോളിലിറങ്ങുമ്പോൾ പരോളിന് വ്യവസ്ഥകൾ വയ്ക്കും. ആ വ്യവസ്ഥകളിൽ ഏറ്റവും പ്രധാനമായത് രാഷ്ട്രീയ പരിപാടികളിലൊന്നും ഈ പരോളിൽ പുറത്തിറങ്ങുന്ന കാലഘട്ടത്തിൽ പങ്കെടുക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ VK നിഷാദിൻ്റെ കാര്യം പരിശോധിച്ചാൽ പയ്യന്നൂരിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ട് തട്ടിപ്പ്, തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് തുടങ്ങിയ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് പാർട്ടി പുറത്താക്കിയ മുൻ പയ്യന്നൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന V കുഞ്ഞികൃഷ്ണനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പ്രകടനങ്ങളും പ്രതിഷേധ ജാഥകളുമൊക്കെ നടത്തുകയുണ്ടായി. ഈ പരോളിലിറങ്ങി പുറത്തു നിൽക്കുന്ന VK നിഷാദ് സജീവമായി ഇത്തരം പ്രകടനങ്ങളിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, ഇയാൾ സംഘം ചേർന്ന് V കുഞ്ഞികൃഷ്ണൻ്റെ വീടിൻ്റെ മുന്നിൽ അയാളെ V കുഞ്ഞികൃഷ്ണനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കിയതിൻ്റെ ആഹ്ലാദ പ്രകടനം എന്നോണം പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. മുഖ്യധാരാ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തിട്ടുണ്ട്. കൃത്യമായ പരോൾ വ്യവസ്ഥാ ലംഘനമാണിതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ ആ പരോൾ വ്യവസ്ഥാ ലംഘനം നടത്തിയതിൻ്റെ തെളിവുകൾ ഇത്രയും വ്യക്തമായും മിഴിവോടെയും സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കെ വളരെ സുഗമമായി പരോൾ കാലാവധി അവസാനിപ്പിച്ച് VK നിഷാദ്, സുധീഷ് എന്നാണ് ഞാൻ മുൻപ് പറഞ്ഞതെന്ന് തോന്നുന്നു, അങ്ങനെയാണ് പറഞ്ഞെങ്കിൽ ക്ഷമിക്കണം, VK നിഷാദ് പരോൾ കാലാവധി കഴിഞ്ഞ് ജയിലിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തമായ സംരക്ഷണം ക്രിമിനലുകൾക്കൊരുക്കുന്നൊരു പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിട്ടുണ്ട് എന്ന് ഇത്രയും സംഭവങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആ ഒരു സത്യം നിലനിൽക്കെ, ആ ഒരു വാസ്തവികത നിലനിൽക്കെ കേരളം ഭരിക്കുന്നത് തന്നെ ഒരു കൂട്ടം ക്രിമിനലുകളാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന് കുറ്റം പറയുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ കൺമുമ്പിൽ നടമാടുന്ന സംഭവങ്ങൾ അതാണ് നമ്മളോട് വിളിച്ച് പറയുന്നത്. പരോൾ വ്യവസ്ഥയുടെ നഗ്നമായ ലംഘനം നടത്തിക്കൊണ്ടൊരു ക്രിമിനൽ, അതായത് 20 വർഷങ്ങളിലേക്ക് ശിക്ഷിക്കപ്പെട്ട് പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിനാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഓർക്കുക. നിയമപാലകർക്ക് നേരെ ബോംബെറിഞ്ഞ കേസിനാണ് ഇയാൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഓർക്കുക. ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി കേവലം ഒരു മാസം മാത്രം ജയിൽവാസം അനുഷ്ഠിച്ച ശേഷം എന്ത് കാരണം കൊണ്ടായാലും പരോളിലിറങ്ങി, ശരി, പരോൾ അനുവദിക്കുക എന്നുള്ളത് നിയമപരമായ ജയിൽ അധികൃതരുടെ അവകാശമാണ്, അവരത് അനുവദിച്ചു. പക്ഷെ പരോളിൻ്റെ വ്യവസ്ഥകളുണ്ടല്ലോ, അതോ ഇദ്ദേഹത്തിന് മാത്രം, ഈ നിഷാദിന് മാത്രം എന്തെങ്കിലും ഒരു ഒഴിവ് നൽകിയോ അവർ? ശരി, പോയി രാഷ്ട്രീയ യോഗങ്ങളിൽ പങ്കെടുത്തോളൂ എന്നുള്ള ഒഴിവ് നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് എന്ത് കാരണം കൊണ്ടാണ്?
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായതുകൊണ്ടാണ്. ഒഴിവ് നൽകാൻ യാതൊരു സാധ്യതയുമില്ല. പരോൾ വ്യവസ്ഥയിൽ അത്തരത്തിലൊരു വ്യവസ്ഥ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്, ഉണ്ട് താനും. ആ വ്യവസ്ഥയുടെ നഗ്നമായ ലംഘനം നടത്തി പാർട്ടിയുടെ ഒരു ജാഥയിൽ, അതും ഒരു വ്യക്തിക്കെതിരെയുള്ള പ്രതിഷേധ ജാഥയിൽ പങ്കെടുത്ത ആ വ്യക്തിയുടെ വീടിൻ്റെ മുന്നിൽ അപകടകരമായ രീതിയിൽ, ഭീഷണി എന്നുള്ള രീതിയിൽ തന്നെ പടക്കം പൊട്ടിച്ച് ആർത്തട്ടഹസിക്കുന്ന ഈ വ്യക്തിയെ യാതൊരു തരത്തിലുള്ള തുടർ നിയമ നടപടികൾക്കും വിധേയമാക്കാതെ വെറുതെ വിടുകയാണ് ജയിലധികൃതർ അല്ലെങ്കിൽ നിയമ സംവിധാനം എന്നുള്ളത് തന്നെ ഈ വ്യക്തിയുടെ മുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സുരക്ഷാ വലയം എത്രത്തോളം ഈ വ്യക്തിക്ക് ചുറ്റും ഉണ്ട്, ഈ വ്യക്തിയുടെ മുകളിൽ ഒരു ആശീർവാദ ഹസ്തം പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ടി പി വധക്കേസിലെ പ്രതികളായിട്ടുള്ള കൊടിസുനിയും കിർമാണി മനോജും ജയിലിനുള്ളിൽ സുഖ ജീവിതമാണെന്ന് പറഞ്ഞു. ഇനി അവരുടെ കാര്യത്തിൽ അവരും കാലാകാലത്ത് ഇതുപോലെ പരോളിലിറങ്ങി വിവാഹിതരാകുകയും കുട്ടികളുടെ അച്ഛന്മാരാകുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അതുമാത്രമല്ല അവർ ചെയ്യുന്നത്, പുറത്തിറങ്ങിയ കിർമാണി മനോജിനെ പോലുള്ളവരും കൊടിസുനിയെ പോലുള്ളവരും, പ്രത്യേകിച്ച് കൊടിസുനി, സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം വഹിക്കുന്ന സംഘത്തിൻ്റെ തലവന്മാരാണ്, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ നേതാക്കളാണ്. സ്വർണം പൊട്ടിക്കുക എന്ന് പറയുന്നൊരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു പ്രതിഭാസം ഈ അടുത്തിടയിൽ വാർത്താമാധ്യമങ്ങളിലൂടെ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. കടത്തിക്കൊണ്ടുവരുന്ന മറ്റൊരു സംഘം കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം തട്ടിക്കൊണ്ടുപോവുക, അതിനെയാണ് ഈ സ്വർണം പൊട്ടിക്കലെന്ന് സരളമായി പറയുന്നത്. ആ സ്വർണം പൊട്ടിക്കലിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് കൊടിസുനി. അതും പരോളിൽ ഇറങ്ങിയിട്ടാണ് ഇത്തരം കൃത്യങ്ങൾക്ക് അല്ലെങ്കിൽ കലാപരിപാടികൾക്ക് ഇദ്ദേഹം നേതൃത്വം നൽകുന്നത്. ഇദ്ദേഹം എന്ന് തന്നെ വിളിക്കണം, കാരണം ഇത്രയധികം സംരക്ഷണവും സുരക്ഷയും പ്രത്യേകതകളും ഒക്കെയുള്ള വ്യക്തികളെ ഇദ്ദേഹമെന്ന് തന്നെ വിളിച്ച് കൈകൂപ്പി ബഹുമാനിക്കണം നമ്മളൊക്കെ. അപ്പോൾ എന്താണ് ഈ കേരളത്തിൻ്റെ അവസ്ഥ? ഒരു കൂട്ടം ക്രിമിനലുകളാണോ നമ്മുടെ നാട് ഭരിക്കുന്നത് എന്ന് ചിന്തനീയമായൊരു വസ്തുത തന്നെയാണ്, അല്ലെങ്കിൽ ചിന്തനീയമായൊരു വിഷയം തന്നെയാണ്. ചിന്തിക്കുക. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.